ഇന്നത്തെ നമ്മുടെ പ്ലാന് എങ്ങോട്ടാന്ന് വെച്ചാൽ ദൂതുപത്രയ്ക്ക് പോവുക എന്നാണ്. അങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൂതുപത്രയിലേക്കുള്ള നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ ആദ്യത്തെ പ്ലാന് ശ്രീനഗറിന് ലാൽചാക്ക് വന്നിട്ട് അവിടുന്ന് ബഡ്ഗാവിലേക്ക് പോകാനായിരുന്നു. പക്ഷെങ്കിൽ അവിടുന്ന് വണ്ടി കിട്ടിയില്ല. कोई होना चाहिए बात के बोर हो जाते हैं ना, कोई होना चाहिए, कोई फ्रेंड साथ अगर वहाँ से 2 घंटे 4 घंटे 5 घंटे भी लग सकते हैं गाड़ी में सवारी आने को। आज कोई दूधपत्री जाता ही नहीं है ना, खाली टूरिस्ट जाता है। ശ്രീനഗറിലെ ദാലിലേക്കിൽ നിന്ന് ഇക്ബാൽ പാർക്കിലേക്ക് നമുക്ക് കിടന്നോ നടന്നോ അല്ലെങ്കിൽ ഓട്ടോയിലോ എങ്ങനെയാച്ച പോവാട്ടോ. ഫ്രണ്ട്സും കാര്യങ്ങളും യൂറോപ്പിലൊക്കെ ഉണ്ടാകുമ്പോൾ അവര് അവിടുത്തെ സ്നോഫോളും കാര്യങ്ങളും വീഡിയോ ഇട്ട് കണ്ടിട്ടുള്ളൂ. ശരിക്കും നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയണ്ട അരെ വാന്ന്. അപ്പൊ നേരിട്ട് കണ്ട് എൻ്റെ അവസ്ഥ വിചാരിച്ചു നോക്കിയേ. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ 38ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പെഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്തുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ശ്രീനഗറിലെത്തി റൂമിലെത്തി നല്ലൊരു റെസ്റ്റ് ചെയ്ത് അങ്ങനെ രാവിലെ എഴുന്നേരിട്ടോ. ഇന്നത്തെ നമ്മുടെ പ്ലാന് എങ്ങോട്ടാന്ന് വെച്ചാൽ ദൂതുപത്രയ്ക്ക് പോവുക എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ പ്ലാന് ദൂതുപത്ര ഇല്ലായിരുന്നു, പിന്നെയാണ് നമ്മുടെ പ്ലാനിൽ ദൂതുപത്രനെ ആഡ് ചെയ്തത്. അപ്പോൾ അധികം ഡിലേ ആക്കുന്നില്ല, നേരെ എപ്പിസോഡിലേക്ക്. നമ്മൾ ഗുൽമാർഗ് പോയതാണെങ്കിലും സോനമാർഗ് പോയതാണെങ്കിലും പെഹൽഗാം പോയതൊക്കെ ആണെങ്കിലും അതിലൊക്കെ നമുക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എങ്ങനെയൊക്കെയാണ് വരേണ്ടത് എന്ന്. പക്ഷെങ്കിൽ ദൂതുപത്രയ്ക്ക് പോകുന്നത് നമ്മുടെ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ റൂട്ട് മാപ്പ് നോക്കിയപ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ടായി തോന്നി കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് ടാക്സിയോ അല്ലെങ്കിൽ 1-2 ഷെയർ ടാക്സി മാറി കയറിയാൽ നമുക്ക് ആ പ്രോപ്പർ സ്ഥലത്തെത്താൻ പറ്റും. പക്ഷെങ്കിൽ ദൂതുപത്രയിലേക്കുള്ള വഴി നോക്കിയപ്പോൾ മിനിമം ഒരു 4 ഷെയർ ടാക്സിയെങ്കിലും മാറി കയറണമെന്ന് ആദ്യം തന്നെ ഗൂഗിൾ അമ്മച്ച് നമുക്ക് ഇൻഫർമേഷൻ തന്നു കേട്ടോ. അങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൂതുപത്രയിലേക്കുള്ള നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആയ ഡയമണ്ട് ഗസ്റ്റ് ഹൗസ്, അതായത് ബാർബർ ഷാൻ്റെ തൊട്ട് മുമ്പ് നിന്ന് നമുക്ക് എന്ത് ചെയ്ത് ഒരു ഓട്ടോ കിട്ടിട്ടോ. ഈ ഓട്ടോ ഇപ്പൊ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇക്ബാൽ പാർക്കിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് ദൂതുപത്രയിലേക്ക് പോകാൻ 2-3 ഷെയർ ടാക്സിയും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ടാക്സി പോയിന്റ് ആണ് നമ്മുടെ ഇക്ബാൽ പാർക്ക്. അങ്ങനെ ഇക്ബാൽ പാർക്കിൽ എത്തിയ ശേഷം നമുക്ക് അടുത്തതായിട്ട് പോകേണ്ട ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബുഡ്ഗാം എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ശ്രീനഗറിലെ ഇക്ബാൽ പാർക്കിൽ നിന്ന് ബുഡ്ഗാവിലേക്ക് പോകാനായിട്ട് ഷെയർ ടാക്സിൽ നമ്മൾ കയറി കേട്ടോ. നമ്മൾ ആദ്യത്തെ പ്ലാന് ശ്രീനഗറിന് ലാൽചാക്ക് വന്നിട്ട് അവിടുന്ന് ബഡ്ഗാവിലേക്ക് പോകാനായിരുന്നു. പക്ഷെങ്കിൽ അവിടുന്ന് വണ്ടി കിട്ടിയില്ല. എന്താ പറയുക, അപ്പോൾ അവിടുന്ന് വണ്ടിയില്ല, അവിടെ എല്ലാം സ്റ്റാൻഡ്. ഇക്ബാൽ പാർക്ക്, ശ്രീനഗറിന് ഇക്ബാൽ പാർക്ക് വന്നിട്ട് അവിടുന്ന് ബഡ്ഗാവ്, അതാണ് റൂട്ട്. നോക്കാം എങ്ങനെയാണ്. അങ്ങനെ ഞാൻ വണ്ടി കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ബാക്കിയുള്ള ആൾക്കാർ വന്ന് കയറി കേട്ടോ. അങ്ങനെ സുമോന്റെ കണക്ക് 8 ആൾക്കാരാണ്. സുമോ അല്ല കേട്ടോ, സോമുവിന്റെ കണക്ക് 8 ആൾ കയറണമെന്നാണ്. അങ്ങനെ 8 ആളും കയറിയ ശേഷം നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാൻഡ് വിട്ടു കേട്ടോ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബഡ്ഗാം എന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ആ ഒരു സ്ത്രീനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു സംസാരിക്കാനൊക്കെ എന്തോ ഒരു പോലെ കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അവർ ഭയങ്കര റഫാണ് കാര്യങ്ങളാണെന്നൊക്കെയാണ്. സാധാരണ രീതിയിൽ ഏതൊരു യാത്രയിലും എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് ഞാൻ അങ്ങോട്ട് സംസാരിച്ച് പരിചയപ്പെട്ട് പിന്നെ ആ യാത്രയിലുടനീളം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവുക. പക്ഷെങ്കിൽ എനിക്ക് ഇവരെ കണ്ടപ്പോൾ എന്തോ ഒരു സംസാരിക്കാൻ എന്തോ പോലെ. പക്ഷെങ്കിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവരിങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി കേട്ടോ. केरला में यहाँ कहाँ जाना है? दूधपत्री। अच्छा तुम उस बात करिए, आपको बड़गांव से गाड़ी? हाँ बडगांव। और कोई साथ नहीं, कोई होना चाहिए बात के बोर हो जाते हैं ना, कोई होना चाहिए, कोई फ्रेंड साथ अगर होता बात में टाइम लग जाता।
कहाँ पे ठहरे हो? क्या? श्रीनगर में ठहरे हो? हाँ, श्रीनगर। कहाँ पे? अभी उधर ही एक डायमंड गेस्ट हाउस है, अच्छा, डाल बार्बर हाँ डाल डाल लिखा। फिर शाम तक वापस आना है। हाँ पता है मुझे। लास्ट 1-2 घंटे लग जाएंगे, वहाँ आ सकोगे। हाँ ठीक है, लास्ट दिन है कल नाइट में मेरा गाड़ी है दिल्ली में। अच्छा, അങ്ങനെ അവർക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ അവർ ആ ഫോൺ കോളിൽ മുഴുകിയിട്ടോ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി പോകെ 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 അവസാനം നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിട്ടോ, ബുഡ്ഗാവ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി അവസാനം ഇറങ്ങേണ്ട ഞാനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഷെയർ ടാക്സിക്കാരനോട് ചോദിച്ച് ഇനി എങ്ങനെയാണ് ഇവിടുന്ന് ദൂദ്പത്രയ്ക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് തന്നു കേട്ടോ. डीजे में मिलेगी खान साहब। खान साहब हाँ, खान साहब ठीक है। इधर पे कितना दूर है? यहाँ से खान साहब होगा 20 किलोमीटर। 20 किलोमीटर है। ओके ठीक है हम आपको यहाँ से बदलनी पड़ेगी। वो आपको रात को उतरे रुकना है ना? हैं? रात को दूधपत्री रुकना है। नहीं 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 वापसी कहाँ आ पाओगे? रिटर्न आएगा। हाँ, हाँ रिटर्न बिल्कुल रिटर्न। वापस नहीं आ पाओगे। क्यों? कहाँ यार, यहाँ से अभी 1 घंटा लगेगा आपको गाड़ी को रुकने में। और ठीक है हमारी बारे में लगेगा 1 घंटा। और ठीक है। जब दूधपत्री जाओगे ना, दूधपत्री जहाँ गाड़ी मिलेगी ना, हाँ गाड़ी कहाँ मोड़ दो, जगह कितनी है? दूधपत- जब दूधपत्री पहुँच जाओगे ना, हाँ दूधपत्री से आपको टाइम लगेगा ना, वहाँ खान साहब से टाइम दूधपत्री गाड़ी मिलने इधर। कितना टाइम? वहाँ से 2 घंटे 4 घंटे 5 घंटे भी लग सकते हैं गाड़ी में सवारी आने को। आज कोई दूधपत्री जाता ही नहीं है ना, खाली टूरिस्ट जाता है। हमारा അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം ദൂദ്പത്രിക്ക് പോകുന്ന എല്ലാ ആൾക്കാരും ടൂറിസ്റ്റുകളാണ്, അല്ലാതെ വേറെ ഒരാൾ പോലും ദൂദ്പത്രിക്ക് പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയും മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ കച്ചവടവും കാര്യങ്ങളും എല്ലാം ദൂദ്പത്രിയിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമുക്ക് ദൂദ്പത്രിക്ക് പോകാനായിട്ട് ഷെയർ ടാക്സി ബുഡ്ഗാവിൽ നിന്ന് കുറേ കിട്ടും. പക്ഷെങ്കിൽ ഇപ്പോൾ അത്രയ്ക്ക് ആൾക്കാർ അങ്ങോട്ട് പോവാത്തത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ദൂദ്പത്രിക്ക് പോവുകയാണെങ്കിൽ ഷെയർ ടാക്സി കിട്ടാനായിട്ട് മിനിമം 3-4 മണിക്കൂർ കാത്തിരിക്കണം. അങ്ങനെ 3-4 മണിക്കൂർ കാത്തിരുന്ന് പോവുകയാണെങ്കിൽ അടുത്ത പോയിന്റ്, അതായത് ഖാൻ സാഹിബ് എത്തിയിട്ട് അവിടുന്ന് പിന്നെയും ദൂദ്പത്രിക്ക് പോകാനായിട്ട് പിന്നെയും ഒരു 3-4 മണിക്കൂർ കാത്തിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ യാത്രയാണെങ്കിൽ വൈകുന്നേരം ഒരു 5:30-6 മണിയാവും അവിടെ എത്താനായിട്ട്. നമ്മൾ ഇന്നവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, നാളെ രാവിലെ ഫുൾ കണ്ടിട്ട് റിട്ടേൺ വന്നാൽ മതി. പക്ഷേങ്കിൽ ഇന്ന് നമുക്ക് റിട്ടേൺ വരികയാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എന്താണ് സൊല്യൂഷൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് നിങ്ങൾ എനിക്കൊരു 1000 രൂപ തരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ ദൂദ്പത്രി കൊണ്ട് ഇറക്കി വിട്ട ശേഷം അവിടുന്ന് തിരിച്ചിട്ടും റൂമിലേക്ക് കൊണ്ട് വിട്ട് തരാം എന്നീ സംസാരിച്ച്. വേറെ ഓപ്ഷനും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് എന്നാലത് ഡണ്ണാണ്, നമുക്ക് പോകാം എന്നതിൽ സംസാരിച്ച്. അങ്ങനെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതില്ലേ എങ്ങനെയാണ് നമുക്ക് ശ്രീനഗറിൽ നിന്ന് ദൂദ്പത്രിയിലേക്ക് എത്താൻ പറ്റുമെന്ന്. എന്തായാലും വേണ്ട ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതായത് എൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ശ്രീനഗറിൽ ദാൽ ലേക്കിൻ്റെ അടുത്ത് ബാർബർ ഷാ എന്ന സ്ഥലത്താണ് കേട്ടോ താമസിച്ചിരുന്നത്. അതായത് ബാർബർ ഷായിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് പോകേണ്ട സ്ഥലമാണ് ഇക്ബാൽ പാർക്ക്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ടാക്സി പോയിന്റ്. ശ്രീനഗറിലെ ദാൽ ലേക്കിൻ്റെ അടുത്ത് ഇക്ബാൽ പാർക്കിലേക്ക് നമുക്ക് കിടന്നോ നടന്നോ അല്ലെങ്കിൽ ഓട്ടോയിലോ എങ്ങനെയാച്ചാൽ പോവാട്ടോ. അറൗണ്ട് 2-3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഓട്ടോന് പോവുകയാണെങ്കിൽ വെറും 50 രൂപ അല്ലെങ്കിൽ 60 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടെ എത്താൻ പറ്റും. അതിനുശേഷം ഇക്ബാൽ പാർക്കിൽ നിന്ന് നമുക്ക് അടുത്തതായിട്ട് പോകേണ്ട ലൊക്കേഷൻ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണെങ്കിൽ ബുഡ്ഗാവിലേക്കാണ് കേട്ടോ പോകേണ്ടത്. അത് ശ്രീനഗറിൽ നിന്ന് ബുഡ്ഗാവിലേക്ക് പോകാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബൈ ബസ്സിലേക്ക് പോവാം. ബൈ ബസ് പോകാനായിട്ട് നമുക്ക് ലാൽ ചൗക്ക് ഏരിയ എന്നാണ് ബസ് കിട്ടുക കേട്ടോ. ഏകദേശം ഒരു 13 കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ട്. ഒരു 30-40 രൂപേൻ്റെ അടുത്താണ് ബസ്സിന് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഷെയർ ടാക്സി പിടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് വെറും 50-60 രൂപയേ ഉള്ളൂ ബുഡ്ഗാവിലേക്ക്. അതിനുശേഷം നമുക്ക് ബുഡ്ഗാവിലെത്തിയ ശേഷം ഖാൻ സാഹിബിലേക്ക് പോകാനായിട്ട് ബസ് അവൈലബിൾ അല്ല കേട്ടോ. അവിടെ നമുക്ക് ഓൺലി ഷെയർ ടാക്സി മാത്രമേ കിട്ടുള്ളൂ. ഏകദേശം ഒരു 12 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. അത് 30 മിനിറ്റ് കൊണ്ടൊക്കെ എത്തും.
ഇവിടെയുള്ള ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷെയർ ടാക്സിൽ ആള് നിറയാനുള്ള ബുദ്ധിമുട്ടാണ്. സാധാരണ നല്ല സീസണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആൾ നിറയും. നേരെ മറിച്ച് ഞാൻ ഇപ്പോൾ പോയ സമയത്താണെങ്കിൽ ഒരാളും മനുഷ്യൻ ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഖാൻ സാഹിബിൽ നിന്ന് ദൂദ്പത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഷെയർ ടാക്സി അവിടെ കിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഗുൽമാർഗിൽ പോയ ശേഷം നമുക്ക് ടാൻമാർഗിൽ നിന്ന് മേലോട്ടേക്ക് പോകാനായിട്ട് ഷെയർ ടാക്സിയും കാര്യങ്ങളൊന്നും കടത്തി വിട്ടിരുന്നില്ല. അവിടെ അവർക്ക് പ്രത്യേക യൂണിയൻ ടാക്സിയാണ്. അപ്പോൾ അതിന് തന്നെ കയറി പോകണം. അതിന് വേറെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് സീസൺ ഡിപ്പെൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ദൂദ്പത്തിലേക്ക് എത്താൻ പറ്റുക. ആദ്യം തന്നെ ശ്രീനഗറിലെത്തുക. ശ്രീനഗറിന് ഇക്ബാൽ പാർക്ക്, അവിടുന്ന് ബുഡ്ഗാവ് പിന്നെ ഖാൻ സാഹിബ് നേരെ ദൂദ്പത്രി. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും യാത്ര തുടരാം കേട്ടോ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഷെയർ ടാക്സിക്കാരില്ലേ, അങ്ങനെ ഭയങ്കര ജോലി കേട്ടോ. പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടാണ് പുള്ളി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിങ്ങോടെ പ്ലേ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കോപ്പറേറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ യാത്ര പോയി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഒടുവിൽ അത് സംഭവിച്ചു കേട്ടോ. അതായത് ഞാൻ ഇത്രയും നേരം കാണാൻ കാത്തിരുന്ന ആ സംഭവം സ്നോഫോള്. മറ്റുള്ള ഏരിയയിലും കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിയിലും കാര്യങ്ങളൊന്നും സ്നോഫോൾ കിട്ടിയിരുന്നില്ല. പക്ഷെങ്കിൽ ദൂദ്പത്തിലേക്ക് എത്തുന്നതിൻ്റെ 3-4 കിലോമീറ്റർ അല്ല 10-12 കിലോമീറ്റർ മുമ്പ് തന്നെ നമുക്ക് സ്നോഫോൾ കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സിക്കാരൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് ഇവിടെ ഇങ്ങനെ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ദൂദ്പത്തിലെത്തുമ്പോൾ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ അവിടെ കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ താഴ്ത്തി കൈയൊക്കെ പുറത്തിട്ട് ഒരേ ഹാപ്പി കേട്ടോ. എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഫുൾ ജിങ്കാലല മൂടയാണ് കേട്ടോ. കാരണം മുമ്പോട്ട് പോകുന്നതോറും ആ സ്നോഫോളിൻ്റെ കൗണ്ട് കൂടി കംപ്ലീറ്റ് മഞ്ഞ് വീഴ്ച ഫുള്ള് തുടങ്ങി കേട്ടോ. അതേ റോഡിൻ്റെ സൈഡിൽ മരങ്ങളിലാണെങ്കിലും പിന്നെ വഴിയോരത്താണെങ്കിലും ഇങ്ങനെ മഞ്ഞ് വീണിട്ട് ആ ഒരു ഭംഗിയില്ലേ വേറെ തന്നെ രസമായിരുന്നു. കുറേ മുന്നേ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സും കാര്യങ്ങളും യൂറോപ്പിലൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അവിടുത്തെ സ്നോഫോളും കാര്യങ്ങളും വീഡിയോ ഇട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്നോഫോളും കാര്യങ്ങളിലും നേരിട്ട് അനുഭവിക്കാൻ പോകുന്ന പറയുമ്പോൾ ആ ഒരു ഫീലില്ലേ അത് വേറെ തന്നെ രസം കേട്ടോ. എന്തായാലും ദൂദ്പത്തിലേക്ക് എത്താൻ ഒരു 3-4 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. ശരിക്കും നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയണ്ട അരെ വാന്ന്. അപ്പൊ നേരിട്ട് കണ്ട എൻ്റെ അവസ്ഥ വിചാരിച്ചു നോക്കിയേ. ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞാലേ അതിൻ്റെ എത്ര പീക്കിലാണെന്ന് എനിക്ക് അറിയുള്ളൂ. എത്രയും പെട്ടെന്ന് വണ്ടി അവിടെ എത്തി പാർക്കിലിട്ട ശേഷം ഈ മഞ്ഞ് കളിച്ച് തുള്ളലായിട്ട് എൻ്റെ മനസ്സ് അത്രയ്ക്ക് കൊതിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഒടുവിൽ നമ്മൾ ദൂദ്പത്തിയുടെ ടോൾ ഗേറ്റിൽ എത്തിട്ടോ. അങ്ങനെ നമ്മളെ മുക്താറിക്ക, അതായത് നമ്മൾ ഷെയർ ടാക്സിക്കാരൻ, അദ്ദേഹം ടോൾ ഗേറ്റിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ഉള്ളോട്ടേക്ക് എൻട്രി ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളെ ഷെയർ ടാക്സിക്കാരനായ ഇക്കനോട് ഞാൻ പറഞ്ഞു, ഇക്ക നിങ്ങൾ പാർക്കിൽ നിന്നോ, എത്രയും പെട്ടെന്ന് പോയി വരാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി വരാഞ്ഞ്. കാരണം തിരിച്ച് നമുക്ക് അത്രയും ദൂരെ യാത്രകളാണ്, റോഡൊക്കെ ക്ലോസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ പുള്ളി പാർക്കിങ്ങിൽ ഇട്ട ശേഷം ഞാൻ പുറത്തിറങ്ങി കേട്ടോ. എൻ്റെ മോനെ അങ്ങനെ നമ്മൾ ദൂദ്പത്തിൽ എത്തി. അവിടെ വരുന്ന സമയത്തില്ലേ അത് ഇന്നലെ പേൽഗാവിലുള്ള ഒരു വരണ്ട കാലാവസ്ഥയിലെ കണ്ടേ. പക്ഷെങ്കിൽ ഇവിടെ അയ്യോ അമ്മേ, പക്ഷെങ്കിൽ ഇവിടെ വെച്ചാല് മൂട് മസ്തിലേ. അപ്പോൾ ദൂദ്പത്തിയുടെ അധിക വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.